السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി ജീവിതം സ്വർഗപാതയിൽ നീക്കുന്നതാക്കണേ, തഖ്വയുള്ളതാക്കണേ എന്ന് എന്നെയും ശേഷം നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരായ മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ നോമ്പിലും രാത്രി നമസ്കാരങ്ങളിലുമെല്ലാമുള്ള പോരായ്മകളും പുഴുക്കുത്തുകളുമെല്ലാം അള്ളാഹു മാറ്റി ഏറ്റവും നല്ല തങ്കപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ദീന് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ദുനിയാവിൽ വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, അതിന് പഠിക്കേണ്ട കോഴ്സ്, ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഏതൊരു കച്ചവടത്തിനാണ് സ്കോപ്പുള്ളത്, ഏത് പട്ടണത്തിലാണ്, എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഏതേത് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കി പഠിച്ച് നീങ്ങുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. കാരണം അവിടെ വിജയിച്ച് കയറണം. വെറുതെ ഗോതയിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല, പൈസ കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല, പൈസ ഇറക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അധ്വാനവും ചിലവാക്കിയിട്ട് കാര്യമില്ല. നമുക്കതിൽ വിജയിക്കണം. അതിനു വേണ്ട പഠനങ്ങളെല്ലാം നമ്മൾ നടത്തും, മുഷാവറകൾ നടത്തും, ചർച്ച ചെയ്യും. പഠിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ധാരാളം ചിലവാക്കുകയും ചെയ്യും. ഒരു നിസ്സാരമായ ദുനിയാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരിക്കലും തീരാത്ത, അറ്റമില്ലാത്ത, അറ്റം കാണാത്ത, തീർന്നു പോകാത്ത പരലോകം അത് വെറുതെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ പരലോകത്തിന് വേണ്ടി അതിൻ്റേതായ പ്രവർത്തനങ്ങൾ, വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ, ആ പരലോകത്തിന് വേണ്ടി അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഈമാനോടുകൂടി ഒരുത്തൻ ചെയ്താൽ മാത്രമേ ആ പരലോകത്ത് വിജയിക്കുള്ളൂ. കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അത് അതിൻ്റേതാവണം. ഇപ്പോൾ ബിദ്അത്തുകാരായ ആൾക്കാർ, വിദേഹത്തിൻ്റെ ആൾക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അതൊക്കെ നല്ല പ്രവർത്തനങ്ങളല്ലേ. അപ്പോൾ നല്ലതാണെന്ന് അവർ വിചാരിക്കുന്നത്, തോന്നുന്നത്, ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്യാണ്. അതൊരു ദിക്റല്ലേ, ദുആയല്ലേ, ഒരു നിസ്കാരല്ലേ, ബറാത്ത് നോമ്പല്ലേ, മീറാജിൻ്റെ നോമ്പല്ലേ? ഈ പറഞ്ഞ രണ്ട് നോമ്പും ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തതാണ്, നമുക്കറിയാം.
രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നരകം വാങ്ങുന്ന ആളുകൾ. കാരണം കുല്ലു ബിദഅത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. മീറാജ് പോയ നബി മീറാജ് നോമ്പ് പോറ്റിട്ടില്ല. ഇങ്ങനെ പുതിയ നോമ്പും പുതിയ നമസ്കാരവും പുതിയ പ്രവർത്തനങ്ങളും ആരൊക്കെയോ പറഞ്ഞതിനനുസരിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ളതല്ല മതം. മതം കൃത്യമായി പഠിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹിൻ്റെ പരലോകം അത് ഭാസുരമാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം, സഹോദരൻ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, എത്രത്തോളം അത് പഠിക്കുന്ന വിഷയത്തിൽ, നമ്മളെ മക്കളത് പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മോടൊന്നും ചോദിച്ചു നോക്കുക. നമ്മുടെ കുട്ടികൾക്ക്, അവരൊക്കെ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടണം, ദുനിയാവിൽ ഉപകാരപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. 6 ദിവസവും ഭൗതിക പഠനമാണ്, 5 അല്ലെങ്കിൽ 6 തന്നെ ട്യൂഷനും അതിന് പുറമെ സ്പെഷ്യൽ ക്ലാസ്സുകളും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എന്നാൽ നമ്മുടെ മക്കളുടെ മദ്രസ എത്രേ നമ്മൾ ആലോചിച്ച് നോക്കാം. ആ മദ്രസയിൽ തന്നെ കുട്ടികൾ എത്ര ക്ലാസ് വരെ പോകുന്നുണ്ട്? 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സായി, സ്കൂളിൻ്റെ തിരക്കായി. എത്ര സമയം പോകുന്നുണ്ട്? രാവിലെ 6:30 മണിക്കോ 7 മണിക്കോ ഒക്കെ തുടങ്ങുന്ന മദ്രസ അത് പൂർത്തിയാക്കലില്ല നമ്മളെ കുട്ടി. കാരണം അപ്പോഴത്തേനും സ്കൂളത്തെ ബസ് വരും. മദ്രസയിൽ 3ാമത്തെ പീരീഡാണ് ഖുർആൻ എങ്കിൽ അല്ലെങ്കിൽ അഖീദ എങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഖുർആനില്ല. കാരണം 3ാമത്തെ പീരീഡും കണ്ടിട്ടില്ല. കാരണം അപ്പോഴത്തേനും സ്കൂളിൻ്റെ ബസ് വരും. എന്നാൽ ഈ കുട്ടിക്ക് ഈ പറയപ്പെട്ട നഷ്ടപ്പെട്ട വിഷയങ്ങൾ കൊടുക്കുന്നതിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുണ്ട്? ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. നമ്മളിങ്ങനെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ മക്കളുള്ള ആൾക്കാരാണ്. ഈ കുട്ടിക്ക്, എൻ്റെ കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയോ? എൻ്റെ കുട്ടിക്ക് പടച്ചോനെ പരിചയമുണ്ടോ? മുത്തുനബിയെ പരിചയമുണ്ടോ? നിസ്കാരത്തിലെ ദിക്ർ ദുആകൾ അറിയോ? എൻ്റെ കുട്ടി നിസ്കരിക്കുന്നത് ശരിയാണോ? അത് നമ്മളെ മനസ്സിൽ പ്രശ്നമായി വന്നിട്ടുണ്ടോ? നേരെ മറിച്ച് എൻ്റെ കുട്ടി ഇംഗ്ലീഷിൽ വീക്കാണെങ്കിൽ അവിടുന്ന് മാം വിളിക്കും, പാരൻസ് മീറ്റിങ്ങിന് നമ്മൾ പോകും, ഏത് വിഷയത്തിലാണ് വീക്കുള്ളത് നമ്മൾ പരിശോധിക്കും, അതിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കും. എന്തിന്? ഈ തുച്ഛമായ ദുനിയാവിനെ നിസ്സാരമാക്കണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ പരലോകത്തെ മറന്നുകൊണ്ടാവരുത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഒക്കിന ആദാബിൻ്റെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ദുനിയാവിന് മാത്രം ചോദിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചില ആളുകളുണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, ഞങ്ങൾക്ക് ദുനിയാവിൽ കൊണ്ട് റബ്ബേ. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹ് പറഞ്ഞത്, ഞങ്ങൾക്ക് ദുനിയാവിൽ കൊണ്ട് റബ്ബേ എന്ന് അവർ പ്രാർത്ഥിക്കും. അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയില്ല, അവർ ദുനിയാവിൻ്റെ ആൾക്കാരാണ്. പക്ഷേ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഉലൈക അവർക്ക് നസീബുണ്ട്, പരലോകത്ത് നസീബുണ്ട്, ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നസീബ് കൊടുക്കും എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എത്രത്തോളം നമ്മൾ ആ പറയപ്പെട്ട ആ പ്രാർത്ഥനയോട്, നമ്മൾ ഈ പറയുന്നതിലും ചർച്ച ചെയ്യുന്നതിനും നമ്മളൊരു കൂറ് പുലർത്തുന്നുണ്ട്? എത്രയോ 10,000-കണക്കിന് രൂപ, വേണ്ട ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ മക്കളുടെ ഭൗതിക പഠനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികം നേടാൻ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഒരു MBBS പഠിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. പക്ഷെ നമ്മുടെ കുട്ടീൻ്റെ മദ്രസ അല്ലെങ്കിൽ മതം പഠിക്കാൻ നമ്മൾ എത്ര ചെലവഴിച്ചു? ഞാനിതിങ്ങനെ താരതമ്യം ചെയ്യാണ്. ഒരിക്കലും അവസാനമില്ലാത്ത പരലോകത്തിൻ്റെ വിഷയത്തിൽ. എന്നാൽ ഈ ദുനിയാവ് മതാഉൽ ഖുറൂറാണ്, വഞ്ചനയുടെ ചരക്കാണ്. ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ്, ആഖിറമാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നു, നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്താണ്. ആഖിറത്താണ് ഖൈറായിട്ടുള്ളത് ബാക്കിയാകുന്നത്. ഒരിക്കലും തീരുന്ന പ്രശ്നമില്ല, ഒരിക്കലും അവസാനിക്കുന്ന പ്രശ്നമില്ല. കണ്ണത്തെ ഒരിക്കലും ഒരിക്കലും മുറിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പരലോകം ഒന്നില്ലെങ്കിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. ഈ ദുനിയാവിൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത് പ്രിയമുള്ളവർ? നമ്മളെ പ്രതീക്ഷകൾ നമുക്ക് ബാക്കിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ പറ്റുമോ? എന്ത് പ്രതീക്ഷയാണുള്ളത്? മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒന്ന് നടത്തട്ടെ, അല്ലെങ്കിൽ വലിയ എൻ്റെ ഒരു പ്രതീക്ഷ, ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു എൻ്റെ ആ പ്രൊജക്റ്റ്, അതൊന്ന് പൂർത്തിയാക്കട്ടെ. ഒന്നും പറയാൻ പറ്റില്ല. സക്രാത്തുൽ മൗത്തിലേക്ക് വന്നാൽ അവനതൊക്കെ മറന്നു. പിന്നെ സമയം നീട്ടി ചോദിക്കും. എന്തിനാ? അത് ദുനിയാവിൻ്റെ ആവശ്യത്തിനില്ല, പരലോകത്തിന് വേണ്ടി. ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പടച്ചോനെ കുറച്ച് സമയം, ഒരു മൈക്രോ സെക്കൻഡ് നീട്ടിക്കൊണ്ടാന്നൊക്കെ പറയും. കോടാനുകോടി മനുഷ്യന്മാരെ വിലപിച്ച വിലാപമാണ് പടച്ചോനെ കുറച്ച് സമയം നീട്ടിക്കൊണ്ട. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുക്കൂല.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിസ്സാരമായ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്ത് യൂനിസിന്റെ 45-ാമത്തെ ആയത്ത്, വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബസൂ ഇല്ലാ സാഅതൻ മിനൻ നഹാരി യതആറഫൂന ബൈനഹും. പരലോകത്ത് കുറ്റവാളികളായ ആളുകൾ, പരലോകം മറന്ന് ജീവിച്ച ആളുകൾ, അവർ പരസ്പരം കാണുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെ, മക്കൾ ഭാര്യമാരെ, മാതാപിതാക്കൾ മക്കളെ, സുഹൃത്തുക്കളെ, കൂടെ കളിച്ച് വളർന്ന ആളുകളെ, ബിസിനസ് ചെയ്ത ആളുകളെ, അയൽവാസികളെ, നാട്ടുകാരായിട്ടുള്ള ആളുകളെ, പരസ്പരം പരിചയമുള്ള ആളുകളെ പരലോകത്ത് നിന്ന് കണ്ടുമുട്ടുന്നുണ്ട്. യതആറഫൂന ബൈനഹും, അവർക്ക് പരസ്പരം അവർക്ക് മനസ്സിലാവും ചെയ്യും, പരസ്പരം മനസ്സിലാവും. അയൽവാസിയെ തിരിച്ചറിയും, കൂട്ടുകാരനെ തിരിച്ചറിയും, കൂട്ടുകാരിയെ തിരിച്ചറിയും. എന്നിട്ട് അവർ നഷ്ടബോധം ഇങ്ങനെ പങ്കുവെക്കും. കത് ഹസിറൽ. എന്നിട്ട് യതആറഫൂന ബൈനഹും, അവർക്ക് എന്താ തോന്നുന്നത്? കഅല്ലം യൽബസു ഇല്ലാ സാഅതൻ മിനൻ നഹാരി. ഈ ദുനിയാവിൽ അവർ കഴിച്ചു കൂട്ടിയ സമയം എത്രയാണ്? പരലോകത്ത് അവർ ആ പരലോകത്തിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ ദുനിയാവിൽ അവർ കഴിച്ചു കൂട്ടിയ സമയം ഇല്ലാ സാഅത്തൻ മിൻ നഹാരി, ഏതോ ഒരു ദിവസം, ആ ദിവസത്തിൽ ഒരു പകലിൽ 1 മണിക്കൂർ. എത്രയാണ് അതിൻ്റെ ദൈർഘ്യം? 1 മണിക്കൂർ. ആ 1 മണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രമേ ദുനിയാവിൽ അവർ ജീവിച്ച സമയം മുഴുവൻ അവർക്ക് തോന്നുകയുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞു. അഥവാ ഈ ദുനിയാവിൽ മനുഷ്യൻ 10, 50, 60, 70, 80, 100 കൊല്ലം ജീവിച്ചത് 1 മണിക്കൂർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നുകയാണ്. അതല്ല, അതിനേക്കാൾ ചെറുതായിട്ട്. അല്ലേ സഹോദരന്മാരെ, 1000 കൊല്ലം ജീവിച്ചവരുണ്ടായിരുന്നില്ലേ? 1500 കൊല്ലം ജീവിച്ചവരുണ്ടല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനമൊക്കെ പറഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാലഘട്ടം പറഞ്ഞല്ലോ. അല്ലേ 1500 കൊല്ലം ജീവിച്ചവരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരും, നമ്മൾ മാത്രമല്ല, അവരും ചിന്തിക്കുന്നത് എന്താണ്? ഈ ദുനിയാവിൽ 1500 കൊല്ലം ജീവിച്ചിട്ടും 1 മണിക്കൂർ ജീവിച്ച പോലെ അവർക്ക് തോന്നുന്നുള്ളൂ. കാരണം എന്താ? അത്ര ദൈർഘ്യമാണ് പരലോകം. എന്നിട്ട് ഈ പരലോകത്തിൻ്റെ പഠനത്തിന് വേണ്ടി സഹോദരന്മാർ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ ദുനിയാവിനൊരു വിലയും അല്ലാഹു കൊടുത്തിട്ടില്ല. ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചവറാണ്. അല്ലാഹുക്ക് ഒരു വില. കാരണം എന്താ വെച്ചാൽ അല്ലാഹു വില കാണാത്തത് കൊണ്ടാണ് ഏത് കാഫിറിനും, ഏത് നിഷേധിക്കും, ഏത് വഴിപ്പെടാത്ത ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊളത്തിൻ മാ സകാ കാഫിർ മിൻഹാ ശർബത മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില കൊടുത്തിരുന്നെങ്കിൽ, ഒരു കൊതുകിനെ സങ്കല്പിക്കൂ, അതിന് ചിറക് സങ്കല്പിക്കൂ, ഈ കണ്ട കൊട്ടാരങ്ങളും അതേപോലെ തന്നെ സ്വർണവും വെള്ളിയും ഇതിലുള്ള സർവ്വ വിഭവങ്ങളും, എന്തെല്ലാം ദുനിയാവിൻ്റെ വിഭവങ്ങളുണ്ടോ, ഇതെല്ലാം ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില കൊടുത്തിരുന്നെങ്കിൽ ഒരു കാഫിറും ഇവിടെ ഒരു മുറുക്ക് വെള്ളം കുടിക്കൂലായിരുന്നു. കാരണം കാഫിർ വഴിപ്പെടാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്കത് കൊടുക്കില്ല. കാരണം അല്ലാഹു വില കൊടുത്തൊരു സാധനം, അല്ലാഹു വില നിശ്ചയിച്ചൊരു സാധനം, അത് വഴിപ്പെടാത്തിന് കൊടുക്കാനുള്ളതല്ല. അപ്പം എന്തേ? അല്ലാഹു നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വേസ്റ്റാക്കിയ സാധനം പുറത്ത് വലിച്ചെറില്ലേ, അതുപോലെ അല്ലാഹു വലിച്ചെറിഞ്ഞ സാധനമാണ്. ഒരു വിലയും കൊടുത്തിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകൾ, അള്ളാഹ് അനുഗ്രഹിച്ച ആളുകൾ എന്നൊക്കെ ദുനിയാവിൽ പട്ടിണിയിടുന്ന ആൾക്കാരാണ്. വലിയ വലിയ കൊമ്പന്മാർ, അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഫിറഔന്മാരും ഹാറൂന്മാരും ഹാമാന്മാരും കാറൂന്മാരും, അവരൊക്കെ വലിയ കൊമ്പന്മാരായിരുന്നു. പക്ഷേ ഒന്നും നേടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിധിക്ക് അവർ കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞു, അള്ളാഹുവിനെ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പടച്ചറബിനോട് ചോദിക്കുന്നു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ? മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഹസന ഉലൈക റഫീഖ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഈ നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും സ്വാലിഹുകളും അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരന്മാരാണ്. അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്. അള്ളാഹു അനുഗ്രഹിച്ചവർ ദുനിയാവിൽ പട്ടിണി കിടന്നല്ല. കാരണം എന്തേ? അത് ഓൽക്ക് വേണ്ടെന്നുള്ള തീരുമാനിച്ചു. വലിയ സുഖമുള്ള ദുനിയാവൊന്നും കിട്ടിയിട്ടില്ല. നല്ല പീഡനങ്ങൾ കിട്ടി, പ്രയാസങ്ങൾ അനുഭവിച്ചു. കാരണം ദുനിയാവ് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ദുനിയാവിന് വേണ്ടി പെടാപ്പാടുപെട്ട്, അല്ലേ, ഓടി മറിഞ്ഞ് കഷ്ടപ്പെട്ട് ചോര നീരാക്കി അറാമും ഹലാലും നോക്കാതെ സമ്പാദിച്ചു. മക്കൾ ഇവിടെ ഉഷാറാകണം. എന്തേ മക്കൾ പരലോകത്ത് ഉഷാറാവണ്ടേ? എന്തേ പരലോകത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തു? എന്തേ മദ്രസ അങ്ങനെ പോയിക്കോളൂ ഉസ്താദെ, അത് ശരിയായിക്കോളൂ. ഞങ്ങൾ ഞായറാഴ്ച മദ്രസിന് വിടുണ്ടല്ലോ.
ബാക്കി എല്ലാ ദിവസവും സ്കൂളിനാണ്. രാവിലെ 10 മണി മുതൽ 4 മണി വരെ സ്കൂളിനാണ് സമയം. പിന്നെ എന്താ ഞായറാഴ്ച മദ്രസ് അത് കുട്ടിക്ക് പിന്നെ ഒരു കല്യാണം വന്ന് അവിടെ മുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രത്തോളം ശ്രദ്ധ ഈ മതം പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിരൽ കടലിൽ മുക്കിയിട്ട് കാണിച്ചു കൊടുത്തു. ഈ വിരലിൽ എത്രയാണ് വെള്ളം ബാക്കിയാത്, അതാണ് ദുനിയാവ്. ആ പാരാവാരം പോലെ കിടക്കുന്ന കടൽ, കളവ് പറയാത്ത പ്രവാചകൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് പരലോകം. ആ കടലിൽ എത്രയാണ് അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, അതിൻ്റെ വെള്ളം. അതാണ് പരലോകമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ മതം പഠിച്ച് മതത്തിൻ്റെ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. അത് കുറച്ച് മൗലവിമാർ പഠിച്ചോട്ടെ എന്ന് വെക്കാൻ പറ്റൂല. അത് മൗലവി പഠിക്കട്ടെ, അത് മുസ്ലിയാർ പഠിക്കട്ടെ, അത് ഉസ്താദ് പഠിക്കട്ടെ, പറ്റൂല. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ത്വലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാവർക്കും ഫർളാണ്, ഫർള് ഐനാണ്, ഫർള് കിഫയല്ല. മതം പഠിക്കുക എന്നുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. പിന്നെ മതത്തിൻ്റെ ആഴത്തിലുള്ള പഠനം ഉണ്ടാകും. അത് ഒരു വിഭാഗം പഠിച്ചാൽ മതിയാവും. കാരണം നമസ്കാരം ഇങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ നമസ്കാരം കൃത്യമായി പഠിക്കണ്ടേ? അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടുമോ? ഒരു പണ്ഡിതൻ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടുമോ? കിട്ടൂല. നിസ്കാരം നമുക്കുണ്ടെങ്കിൽ, ഹജ്ജ് നമുക്കുണ്ടെങ്കിൽ, നമസ്കാരത്തിനെ ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ, നമസ്കാരത്തിൻ്റെ ഫർളുകൾ, നമസ്കാരത്തിൻ്റെ പിന്നെ റുക്കുനുകൾ എന്താണ് നമ്മൾ പഠിക്കണം. നമസ്കാരത്തിൻ്റെ റുക്കിന് നഷ്ടപ്പെട്ടിട്ട് സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതിയാവോ? പറ്റൂല. നമസ്കാരത്തിൻ്റെ റുക്കിന് നഷ്ടപ്പെട്ടു, എന്നിട്ട് സഹവിൻ്റെ സുജൂദ് ചെയ്ത് പറ്റുമോ? ഇല്ല, അത് വീട്ടണം. ഒരാൾ ഒരു ളുഹ്ർ നമസ്കരിക്കുന്ന സമയത്ത് 3-ാമത്തെ റക്അത്തിൽ 2 സുജൂദ് ചെയ്യുന്നതിന് പകരം ഒരു സുജൂദ് ചെയ്ത് എണീറ്റു. ഒരു ഇമാം ഒരു സുജൂദ് ചെയ്ത് എണീറ്റു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചർച്ച. നമ്മൾ ആ 3-ാമത്തെ റക്അത്തിൽ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇമാമിന് ഓർമ്മയില്ല, അപ്പോൾ എല്ലാവരും ഇത്തിഫാക്കായി ആ ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇമാം എന്ത് ചെയ്തു? ഇമാം ഒരു സഹവിൻ്റെ സുജൂദ്, അതിൻ്റെ ശേഷം ഒരു സഹവിൻ്റെ സുജൂദ് സലാം വിട്ടി. ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ, ഈ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്ത് പോലും പോയി. പിന്നെ ആരോടോ ചോദിച്ചാൽ പറഞ്ഞു, സുജൂദ് എന്ന് പറഞ്ഞാൽ റുക്കിനല്ലേ, റുക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹവിൻ്റെ സുജൂദ് ചെയ്താൽ പോരല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഓല് വേറൊരു റക്അത്ത് സ്കരിക്കണം. അപ്പം തന്നെ ആണെങ്കിൽ അത് മറന്നുപോയാൽ പിന്നെ വേറൊരു ളുഹ്ർ നിസ്കരിക്കണം. ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം അടിമയും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇത് പഠിക്കണം. നിസ്കാരത്തിൻ്റെ ഫർള് എന്താണ്, നിസ്കാരത്തിൻ്റെ വാജിബ് എന്താണ്, നിസ്കാരത്തിൻ്റെ റുക്കൻ എന്താണ്, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്താ, നിസ്കാരത്തിൻ്റെ മുബത്തലാത്തുകൾ എന്താ, നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ എന്താ. ആ സുന്നത്തുകൾ തന്നെ വാജികമായ സുന്നത്തുണ്ട്, പ്രവർത്തനത്തിലുള്ള സുന്നത്തുണ്ട്. ഇത് മൗലവി പഠിച്ചാൽ പോരാ, എല്ലാവരും പഠിക്കണം. കാരണം ഇത് നമ്മളെ പരലോകത്ത് ബാധിക്കുന്ന വിഷയമാണ്. ഇത് എൻ്റെ കുട്ടി പഠിക്കണം, നിങ്ങളെ കുട്ടി പഠിക്കണം, പേരക്കുട്ടി പഠിക്കണം. കാരണം നിസ്കരിക്കണം, നമ്മളെ പെൺകുട്ടി പഠിക്കണം, പ്രായപൂർത്തിയായ നമ്മളെ കുട്ടികൾ പഠിക്കണം, നമ്മളെ ഭാര്യ പഠിക്കണം, സക്കാത്ത് പഠിക്കണം, നോമ്പിൻ്റെ വിധിവിലക്കുകൾ പഠിക്കണം. ഇങ്ങനെ ഓരോന്നും പഠിക്കേണ്ടത് അത് നിർബന്ധമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം, നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട് എന്ന്. നോക്ക് നിങ്ങൾ, പഠിക്കാത്ത ആളുകൾ ഖബർ മുതൽക്കേ അവർക്ക് പ്രയാസങ്ങളാണ്. കാരണം അവർ പരലോകത്തിന് വേണ്ടി പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഖബറിലെത്തിക്കഴിഞ്ഞു, അയാളെ ഖബറടക്കാൻ വന്ന ആളുകൾ അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചെരുപ്പിൻ്റെ വാരുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കും. അതാഹു മലക്കാനി ഫയുഖിദാനിഹി, 2 മലക്കൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പടച്ചവനെ കുറിച്ച് ചോദ്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദ്യമുണ്ട്. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ മുഅ്മിനായ മനുഷ്യൻ പറയും, ഫയഖൂലു അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അത് അള്ളാഹിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, പ്രവാചകനാണ്, റസൂലുള്ളയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അയാൾക്ക് മറുപടിയുണ്ട്. കാരണം എന്തേ? ആ റസൂലുള്ള പറഞ്ഞ പോലെ അയാൾ ജീവിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മാ ഇൽമുക, വാട്ട് ഈസ് യുവർ നോളജ്, നിൻ്റെ ഇൽമ എന്താന്ന് ചോദ്യമുണ്ട്. ഖുർആൻ അത് അർത്ഥം അറിഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്ത് പണ്ഡിതന്മാർ പഠിക്കട്ടെ എന്ന് പറയാൻ പറ്റൂല. ഖുർആൻ അർത്ഥമറിഞ്ഞു
കൂടി ഓതാനുള്ളതാണ്. അർത്ഥം അറിയാത്ത ഓത്തിന് കൂലിയുണ്ട്, അതിന് മാത്രമുള്ളതല്ല. ഖുർആൻ അർത്ഥമറിഞ്ഞ് അത് പഠിച്ച് ഖുർആന്റെ പഠനം എന്ന് പറഞ്ഞാൽ ദീനീ പഠനമാണ്, മതപഠനമാണ്. അത് തദബ്ബുർ ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കണം. 2, 3, 4 ഖത്തം തീർക്കണം. അത് തീർക്കണ്ട എന്നുള്ളതല്ല, തീർക്കുന്ന സമയത്ത് അതിന് ഒരു പേജെങ്കിലും ഒരു ദിവസം അർത്ഥമറിഞ്ഞ് ഓതാൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ മൊബൈലിൽ അമാനി മൗലവിൻ്റെ തഫ്സീറുണ്ട്. ഒരു പേജെങ്കിലും അർത്ഥമറിഞ്ഞ് ഓതാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് ഖുർആൻ ചിന്തിക്കാനുള്ളതാണ്, ഖുർആൻ ആലോചിക്കാനുള്ളതാണ്, ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ളതാണ്. ഖുർആന്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ പ്രിയമുള്ളവരെ. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പൊ ചോദ്യം എന്താ? എന്താണ് നിന്റെ അറിവ്? മാ ഇൽമുക, ഖബറിൽ ചോദ്യമാണ്. ഈ സമയത്ത് സത്യവിശ്വാസം എന്ത് പറയും? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹിന്റെ ഗ്രന്ഥം വായിച്ചു, അത് പഠിച്ചു. അപ്പോഴാണ് അയാൾക്ക് പറയാൻ പറ്റുന്നത് ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖതു, ഞാനത് സത്യപ്പെടുത്തി. എങ്ങനെ സത്യപ്പെടുത്ത്? കേവലം ആൽഫബറ്റ്സുകളെ സത്യപ്പെടുത്ത്. കേവലം ആൽഫബറ്റ്സുകൾ നമ്മളെ മനസ്സിലേക്ക് ഒരു ബന്ധം ഒരു മാറ്റം ഉണ്ടാക്കാത്ത ആ അക്ഷരങ്ങളെ സത്യപ്പെടുത്തി അല്ല, അതിൻ്റെ ആശയത്തെ സത്യപ്പെടുത്തി. എങ്ങനെ സത്യപ്പെടുത്തി? എൻ്റെ ജീവിതത്തിലൂടെ സത്യപ്പെടുത്തി. ഞാനത് പഠിച്ചു മനസ്സിലാക്കി. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് വിളിച്ചു പറയും, അല്ലെങ്കിൽ വിളിച്ചു പറയപ്പെടാൻ സ്വദഖ അബ്ദി, എൻ്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. അള്ളാഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾക്ക് മറുപടിയുണ്ട്. മുത്തുനബിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആനെ കുറിച്ച്, അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ കലാം പഠിക്കുകയും ചിന്തിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്, മറുപടിയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്വർഗത്തിൽ നിന്ന്, ആ പുണ്യാത്മാവിന് സ്വർഗത്തിൽ നിന്നുള്ള ഉടയാടകൾ കൊടുക്കൂ, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ കൊടുക്കൂ. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കൊരു വാതിൽ തുറന്നു കൊടുക്കൂ എന്ന് ആകാശലോകത്തുനിന്ന് വാനലോകത്തുനിന്ന് വിളിച്ചു പറയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, ഇങ്ങനെ മറുപടി പറയാൻ നമുക്ക് സാധിക്കണ്ടേ? വിശുദ്ധ ഖുർആൻ പഠിച്ചു, സത്യപ്പെടുത്തി, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ, ഒരു മുനാഫിക്കായ മനുഷ്യൻ, പഠിക്കാത്ത കാഫിറായ മുനാഫിക്കായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയും, ലാ അദ്രി കുൻതു അഖൂലു മാ യഖൂലു നാസ്, എനിക്കറിയില്ല, ജനങ്ങൾ പറയണത് ഞാൻ അങ്ങനെ പറഞ്ഞിടുന്നു, എനിക്കിതിനെക്കുറിച്ച് ലാ അദ്രി എന്ന് പറയുന്ന സമയത്ത് മാരകമായ പ്രഹരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിലുള്ള ശിക്ഷ ഒരു പർവ്വതത്തിനാണ് കിട്ടുന്നതെങ്കിൽ ഖബറിലെ പ്രഹരം, കളവ് പറയാത്ത, അതിശയോക്തി പറയാത്ത റസൂലുള്ള പറയാണ്, ഖബറിലെ പ്രഹരം ഒരു പർവ്വതത്തിനാണ് ലഭിക്കുന്നതെങ്കിൽ അത് തകർന്ന് തരിപ്പണമാകുമായിരുന്നു. നഊദു ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് ഖബർ ശിക്ഷയുടെ അവസ്ഥ. നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഖബർ ശിക്ഷ ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇരിക്കട്ടെ. എന്നിട്ട് മലക്കുകൾ അവിടെ പറയുന്നൊരു വർത്തമാനുണ്ട്, ലാ ദറൈത വലാ തലൈത, ഈ പഠിച്ചിട്ടില്ല, ഓതിയിട്ടില്ല, അനക്കത് പഠിക്കലല്ല പണി, എനിക്ക് ദുനിയാവ് പഠിക്കലായിരുന്നു പണി എന്നർത്ഥം. എന്താണ് ലാ ദറൈത, ലാ അദ്രി എന്നാണല്ലോ ഇയാൾ പറയുന്നത്. ദറാ എദ്രി എന്നാണ് അറിയുക. ലാ ദറൈത വലാ തലൈത, എന്താ തലായത്തിലോ തിലാവത്ത് അറിഞ്ഞ് ഓതിയിട്ടില്ല, ഇജ്ജ് പഠിച്ചിട്ടില്ല, ഇജ്ജ് അതിൻ്റെ ആള്, ഇജ്ജ് ദുനിയാവിൻ്റെ ആളായിരുന്നു. അബ്ദു ദീനാർ അബ്ദു ദിർഹം എന്ന് പറഞ്ഞില്ലേ, ദീനാറിൻ്റെ ദിർഹമിൻ്റെ അടിമ നശിക്കട്ടെ എന്ന്. ഓൻ ദുനിയാവിൻ്റെ ആളായിരുന്നു, ദുനിയാവിനും വേണ്ടി ജീവിച്ചു, ദുനിയാവിനും വേണ്ടി ഓൻ പെടാപാടുപെട്ട് മരിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് പറയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന്, പരീക്ഷ പേപ്പർ ഇടുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എന്ത് പണി എന്തായിരുന്നു, എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചത്? എന്നിട്ട് മനുഷ്യൻ വിലപിക്കുകയാണ്. അപ്പം മലക്കയുടെ മറുപടി എന്താണ്? ലാ ദറൈത വലാ തലൈത, ഈ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് മലക്കുകൾ പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പിന്നെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ദുനിയാവിൻ്റെ വിഷയം, നമ്മളെ കുട്ടിക്ക് MBBS കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? കോച്ചിങ്ങിനെ എടുത്തു, ഇന്ന സ്ഥാപനത്തിൽ അക്കാഡമിയിൽ കൊണ്ടാക്കി. നമ്മളെ കുട്ടിക്ക് കോച്ചിങ് ലഭിക്കാൻ, അല്ല പിന്നെ MBBS ലഭിക്കാൻ, നമ്മളെ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ, പക്ഷെ സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്ത്? നമ്മളെ കുട്ടിക്ക് സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടാൻ, നമ്മുടെ ഭാര്യയ്ക്ക്, നമുക്ക് സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു പ്രിയമുള്ളവരെ? എന്താണ് നമ്മൾ കാര്യം മാത്രം പ്രസക്തമായി ചെയ്തത്? നമ്മൾ ആലോചിക്കണം. എന്താ നമ്മൾ പഠിച്ചത്? കേട്ടുകളിയുടെ അടിസ്ഥാനത്തിൽ പണ്ടൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാന്നല്ലാതെ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മൾ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഒരിക്കലും അല്ലാഹുവിനോട് പറയാൻ പറ്റില്ല, പഠിച്ചോ എനിക്ക് പിന്നെ സാഹചര്യം ഇല്ലായിരുന്നു, ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. എല്ലാം നമ്മുടെ കയ്യിലുള്ള ഉള്ളം കയ്യിലുണ്ട്, എല്ലാ സംഗതിയുമുണ്ട്.
മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലുണ്ട്, അറബി അറിയുന്ന ആൾക്ക് അറബിയിലുണ്ട്, എല്ലാ ഭാഷയിലും അവൈലബിളാണ്. അപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റൂല സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ സ്വത്ത് അള്ളാഹിൻ്റെ ദീന് പഠിക്കലാണ്. ഉറപ്പല്ലേ? ഈ ദീന് പഠിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഒരുപാട് പൊതുമുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മദീന തെരുവിൽ കച്ചവടം പൊടിപിടിക്കുന്ന സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന തെരുവിൽ ചെന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടരെ, നിങ്ങളിവിടെ കച്ചവടം ചെയ്യാണോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനന്തരസത്തത മദീനത്തെ പള്ളിയിൽ വിതരണം ചെയ്യുന്നു, നിങ്ങളെന്താ അത് വാങ്ങിക്കാത്ത? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. ആരായി പറയണത്? അബൂ ഹുറൈറയാണ് പറയണത്. റസൂലുള്ളാഹിൻ്റെ പിന്നെ സ്വഹാബിയാണ്, കളവ് പറയാത്ത ആളാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചു. എന്താ അബൂ ഹുറൈറ പറയണത്? അബൂ ഹുറൈറ ഇതാ പറയണത്. എന്ത്? റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിൻ്റെ അനന്തരസത്ത് വിതരണം ചെയ്യുന്നുണ്ട്, നിങ്ങളെന്താ വാങ്ങിക്കാത്ത? എല്ലാവരും ചാക്കൊക്കെ മടക്കി വെച്ചു. അന്നങ്ങനെ തെരുവച്ചവടക്കാരാണല്ലോ, എല്ലാം മടക്കി വെച്ച് നമ്മളെ വാശി പറഞ്ഞ തട്ടറൊക്കെ താത്തി ഒക്കെ റെഡിയാക്കി ഒക്കെ സേഫാക്കി ഓടി മദീനത്തെ പള്ളിക്ക്. കാരണം എന്തേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനന്തരസത്ത് വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അറിയാം അവർ തിരിച്ചു വരുമെന്ന്. അദ്ദേഹം മദീനയിൽ തന്നെ, പട്ടണത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും വന്നു ചോദിച്ചു. എന്താണ് അബൂ ഹുറൈറ, ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നല്ല കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണല്ലോ, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഒന്നും കണ്ടില്ലേ? ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കണ്ടു. എന്താ അവർ ചെയ്യണത്? അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നിട്ട് ചർച്ച ചെയ്യുന്നു. ഹറാമും ഹലാലും റസൂലുള്ള എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്താ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഒന്ന് ചർച്ച ചെയ്യുന്നു. അതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കൂട്ടരെ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സമ്പത്ത് അതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സമ്പത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഇൽമാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമൻ വലാ ദീനാറൻ വലാ അബ്ദൻ വലാ അമാ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുമ്പോൾ ഒരു ദീനാറോ ഒരു ദിർഹമോ ഒരു അടിമപ്പെണ്ണിനെയോ ഒരു അടിമച്ചക്കനെയോ ബാക്കി വിട്ടേച്ചിട്ടല്ല, സ്വത്ത് ബാക്കി വിട്ടേച്ചിട്ടല്ല, ദുനിയാവിൻ്റെ അപ്പക്കഷ്ടങ്ങൾ വിട്ടേച്ച് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ പോയത്. ഈ ഇൽമ് ഇത് അമ്പിയാക്കന്മാരുടെ അനന്തര സ്വത്താണ്. ഇത് നിങ്ങൾ എടുക്കുന്നതിൽ എന്തേ നിങ്ങൾക്ക് അമാന്തം വന്നു പോയത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുത്ത തലമുറയെ പഠിപ്പിക്കുകയായിരുന്നു. അത്ര വലിയ സ്വത്താണെന്ന് പഠിപ്പിച്ചു. അതിനുവേണ്ടിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത് എന്നർത്ഥം. നോക്ക്, നിങ്ങൾ അസൂയപ്പെടേണ്ട സ്വത്ത് നമുക്ക് നമ്മുടെ അയൽവാസി, ജ്യേഷ്ഠൻ, അനിയൻ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകൾ, ഓർക്ക് നല്ല വീട് വന്നു, അല്ലെങ്കിൽ നല്ല കാറെടുത്തു, നല്ലൊരു 4 വീലർ എടുത്തു, അല്ലെങ്കിൽ നല്ല 2 വീലർ എടുത്തു, നല്ല കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, നല്ലൊരു വീട്ടിലേക്ക് ഓൻ്റെ മോളെ കെട്ടിച്ചു, അല്ലെങ്കിൽ ഓൻ്റെ മോനെ കെട്ടിക്കൊടുന്നു എന്നൊക്കെ പറയുമ്പോൾ അസൂയാണ് ആൾക്ക്. ദുനിയാവിൻ്റെ വിഷയത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയ പാടില്ല. അസൂയ നമ്മുടെ അമലുകളെ തിന്നു തീർക്കും. അസൂയ എന്ന മനസ്സിൻ്റെ അസുഖത്തെക്കുറിച്ച് റസൂലുള്ളാഹി ഗൗരവമായി പഠിപ്പിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, 2 വിഷയത്തിൽ അസൂയ പറ്റും. കാരണം വലിയ സ്വത്തിൻ്റെ വിഷയത്തിൽ അസൂയ പറ്റും. വലിയ സ്വത്തിൻ്റെ വിഷയത്തിൽ, പരലോകം കിട്ടാൻ ഉതകുന്ന സ്വത്തിൻ്റെ വിഷയത്തിൽ അസൂയ പറ്റും. ഏതാണ് ആ സ്വത്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നതൈനി, 2 കാര്യത്തിലല്ലാതെ അസൂയയില്ല. റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫസല്ലത അലാ ഹലകതി ഫിൽ ഹഖി, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി. ആ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക്, അള്ളാഹിൻ്റെ പൊരുത്തത്തിന്, ഹക്കിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ധാരാളമായി ചെലവഴിച്ചു. അപ്പോൾ ഒരു സാധുവായ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകി, മുഅ്മിനായ മനുഷ്യനാണ്, മുത്തഖിയായ മനുഷ്യനാണ്. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകി. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ച് എങ്ങനെ ചെലവാക്കണമെന്നുള്ള ഇൽമും നൽകി. ആതാഹുല്ലാഹു മാലൻ വ ഇൽമാ, ഹദീസിൻ്റെ വാചകം അങ്ങനെയാണ്. ആതാഹുല്ലാഹു മാലൻ വ ഇൽമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും കൊടുത്തു, ഇൽമും കൊടുത്തു. അയാൾ അങ്ങനെ ചെലവഴിക്കുകയാണ്. അയാൾ കുടുംബബന്ധം ചേർക്കുന്നു, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നു, യുദ്ധത്തിന് കൊടുക്കുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ സമ്പത്ത് നൽകിയത്, ആ സമ്പത്ത് കൊണ്ട് പടച്ച റബ്ബിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ വേറൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തിട്ടുണ്ട്, പക്ഷെ സമ്പത്ത് കൊടുത്തിട്ടില്ല. ഇയാൾ ആഗ്രഹിക്കുകയാണ്, പടച്ചോനെ അയാളെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാമായിരുന്നല്ലോ.
അയാളെപ്പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇയാൾ ആഗ്രഹിക്കണം. എനിക്കും അയാളെപ്പോലെ ധാരാളമായിട്ട് നിന്റെ പ്രീതി ആഗ്രഹിച്ച് കരസ്ഥമാക്കി പൊരുത്തം നേടി പടച്ചോനെ എനിക്ക് ഉണ്ടാക്കായിരുന്നല്ലോ പരലോകം എന്ന് ഇയാൾ വേദനിക്കണം. ഈ ഹദീസിലല്ല കേട്ടോ, അത് വേറെ ഹദീസാണ്. ഈ ഹദീസിൽ അസൂയ പറ്റുന്ന പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫ അജ്റുഹുമാ സവാഉൻ, ഈ രണ്ട് ആൾക്കാരുടെയും പ്രതിഫലം തുല്യമാണ്. തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നയാ പൈസ ഇല്ല, പട്ടിണിയാണ്, പക്ഷേ ഇൽമുണ്ട്, അള്ളാനെ പിടിച്ചടക്കുന്ന ആളാണ്. വേദന മറ്റുള്ളവൻ ചെയ്യണുണ്ട്, കുറച്ച് എനിക്ക് അങ്ങനെ ചെയ്യാൻ കാണില്ലല്ലോ എന്ന്. ഫ അജ്റുഹുമാ സവാഉൻ, രണ്ടുപേരുടെയും കൂലി ഒരുപോലെയാണ്. വേറൊരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്തിട്ടില്ല, സമ്പത്ത് കൊടുത്തു. അപ്പം എന്താ ചെയ്യാൻ നിങ്ങൾക്കറിയാം? അയാൾ ദുനിയാവിനും വേണ്ടി ജീവിച്ചു, അള്ളാൻ്റെ വെറുപ്പൊക്കെ ആ സമ്പത്ത് കൊണ്ട് ചെലവാക്കി, അങ്ങനെ ധൂർത്തനായി ജീവിച്ചു. പരലോകത്തിന് സ്വന്തം അക്കൗണ്ടിലേക്ക് ഒന്നും നിക്ഷേപിച്ചില്ല, പരലോകത്തെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ വേറൊരു മനുഷ്യൻ, എന്താ അയാളുടെ പ്രത്യേകത? ഹദീസാണ് കേട്ടോ. എന്താ അയാളുടെ പ്രത്യേകത? അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും കൊടുത്തിട്ടില്ല, സമ്പത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പൊട്ടൻ അയാൾ വിചാരിക്കണം, പടച്ചോനെ ഈ ചങ്ങായിനെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദുനിയാവിൽ അടിച്ചു പൊളിക്കാമായിരുന്നല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് വിസ്റുഹുമാ സവാ, വിസ്റുഹുമാ സവാ, ഇത് രണ്ട് കൂട്ടരുടെയും പാപഭാരം ഒരുപോലെയാണ്. രണ്ട് കൂട്ടരുടെയും ദുനിയാവ് പരലോകം അതിൻ്റെ പാപഭാരം ഒരുപോലെയാണ്. കാരണം നീയത്തോണ്ട് കൂലി കിട്ടുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഹദീസാണിത്. നീയത്തോണ്ട് കൂലി കിട്ടും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക, വെറുതെ ആഗ്രഹിക്കല്ല, അത് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും പടച്ചോനെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ നീയത്ത് കൊണ്ട് കൂലി ഉണ്ടാക്കുക. അതിന് മുഅ്മിനിൻ്റെ പ്രത്യേകത. ഒന്ന് നീയത്തോണ്ട് കൂലി ഉണ്ടാക്കും. ഓൻ ആഗ്രഹം ഉണ്ടാവും ചെയ്യണമെന്ന്, പക്ഷേ ചെയ്യാൻ പറ്റണില്ല, തടിയോണ്ട് കഴിയണില്ല. ചില ആൾക്കാർ പറയും എന്നെ കൂടെ തടിയോണ്ട് കഴിയണില്ല, പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പം തടിയോണ്ട് കഴിയണില്ല. നിങ്ങൾ കൂലി കിട്ടും, നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആഗ്രഹം ഉണ്ടാകണം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ ജയിലിലടച്ച സമയത്ത് നമ്മൾ കഥ കേട്ടണല്ലോ. അദ്ദേഹം ജയിലിലാണ്, കുളിച്ചു മാറ്റി, വെള്ളിയാഴ്ച കുളിച്ചു മാറ്റിയിട്ട് മൂപ്പര് സുഗന്ധമൊക്കെ പൂശി ജയിലിൻ്റെ എന്താണ് ഗേറ്റിങ് വരെ പോകുന്നതാണ്. അതിൻ്റെ ബവാബത്ത് വരെ ഗേറ്റിൻ്റെ, അതിൻ്റെ വലിയ ഗേറ്റ് ഉണ്ട്, ഗേറ്റിൻ്റെ അടുത്ത് വരെ പോകും. അപ്പോൾ പാറാവുകാരൻ ചോദിക്കും, അല്ല ഷെയ്ഖേ നിങ്ങൾക്ക് അറിയാലോ ഇത് നിങ്ങൾക്ക് തുറന്നു തരൂലെന്ന്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് തുറന്നേ. ലോകം കണ്ട് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയത്തിൽ മാറിപ്പോണ്. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിച്ചു. ഇത് കണ്ടപ്പോൾ വേറൊരാൾക്ക് ഭയങ്കര സങ്കടം, അസൂയ. പഠിച്ചോൻ എനിക്ക് എന്താണ്, അയാൾക്ക് നശിക്കണം എന്നുള്ളതല്ല, പക്ഷെ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ അസൂയ പറ്റുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മറ്റൊരാൾ റസൂലുള്ളാഹി പറയാണ്, റജുലുൻ ആതാഉല്ലാഹു ഹിക്മത്തൻ, അതാണ് നമ്മുടെ വിഷയം. ഹിക്മത്ത് ഇൽമ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇൽമു കൊടുത്തു, ദീനിൻ്റെ അറിവ് കൊടുത്തു, അത് അയാൾ ജീവിതത്തിൽ പകർത്തുന്നു. ആദ്യം അതാണ് ചെയ്യുന്നത്. പ്രസംഗിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ പകർത്തുന്നു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, ഒരുപാട് വഅള് പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി കൊണ്ട് പരലോകമുണ്ടാക്കുന്ന ഒരു വഅള് പറയുന്ന ഒരു പണ്ഡിതൻ, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുദർരിസ്, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദ്, ഒരു ഷെയ്ഖ്, അയാളെ കണ്ടിട്ട് ഇൽമ അത്ര കിട്ടാത്ത ഒരാൾ ആഗ്രഹിക്കണം, പടച്ചോൻ എനിക്കുണ്ടായില്ലല്ലോ. അയാൾക്ക് അസൂയ. ആ അസൂയ പറ്റും. കാരണം ഏറ്റവും വലിയ സമ്പത്ത് അത് ഇൽമാണ്. ഏറ്റവും വലിയ സമ്പത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഏറ്റവും വലിയ സമ്പത്ത് ഇൽമാണ്. ആ സമ്പത്തുള്ള ആളുകളാണ് അള്ളാഹനെ ഭയപ്പെടുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഈ സമ്പത്ത് കരസ്ഥമാക്കിയ ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ ആയത്തോതി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹനെ ഭയപ്പെടാൻ ആർക്കേ കഴിയുള്ളൂ? പണ്ഡിതന്മാർക്കേ കഴിയുള്ളൂ. ഇഖ്ലാസുള്ള പണ്ഡിതന്മാർക്ക്. ആകാശത്തിന് താഴെ ഏറ്റവും നീച ജന്മങ്ങൾ പണ്ഡിതന്മാരാണ്. കാരണം അറിയാലോ, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ശിർക്കിലും ബിദഅത്തിനും ഖുറാഫാത്തും കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരുണ്ട്, നമുക്കറിയാം. നേരെ മറിച്ച് ഇഖ്ലാസുള്ള ഇൽമു പഠിച്ച ആളുകൾക്ക് ഓരോ മൈന്യൂട്ട് സംഗതികളും, എന്താണ് അതിൻ്റെ ശരി, എന്താണ് അതിൻ്റെ തെറ്റെന്ന് ശരിയായി അറിഞ്ഞ് അള്ളാഹനെ ഇബാദത്തെടുക്കാൻ പറ്റും. അള്ളാഹനെ ഇബാദത്തെടുക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകൾ ആരാണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. കാരണം എന്താ? ഏറ്റവും വലിയ സമ്പത്ത് ഒരു കരസ്ഥമാക്കി കഴിഞ്ഞു. ഈ ഏറ്റവും വലിയ സമ്പത്ത് കരസ്ഥമാക്കുന്ന ആളുകൾക്കുള്ള മെച്ചം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ പറയപ്പെട്ട രണ്ട് മനുഷ്യന്മാരെ കുറിച്ച്, അഹദുഹുമാ ആബിദുൻ, ആ ഒരു മനുഷ്യൻ, രണ്ട് മനുഷ്യന്മാരിൽ ഒരു മനുഷ്യനാരാണ്? ധാരാളമായി ഇബാദത്ത് എടുക്കുന്ന ആളാണ്, എപ്പോഴും ഇബാദത്ത് എടുക്കുന്ന ആളാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നു, പള്ളിയിൽ സജീവമായി നിന്നിരിക്കുന്നു, റമളാനും അല്ലാത്ത സമയത്തൊക്കെ പള്ളിയിലുണ്ട്, 5 വക്ത് പള്ളിയിലുണ്ട്, ധാരാളം സമ്പത്ത് ചെലവഴിക്കുന്നു. വലിയ ആബിദായ മനുഷ്യൻ, നല്ല ആബിദായ മുത്തക്കിയായ മനുഷ്യൻ.
അയാളെക്കുറിച്ചും വൽ ആഖിറു ആലിം, രണ്ടാമത്തെ മനുഷ്യൻ ആലിമാണ്, പണ്ഡിതനാണ്. ഇയാളെപ്പോലെ ഇബാദത്തൊക്കെ കഴിയില്ല. കാരണം ഓൽക്ക് എന്താക്കണം, വേറെ പറഞ്ഞു കൊടുക്കാണ്ടാവും. അത് ഇബാദത്താണ്, പഠിക്കാണ്ടാവും ഇബാദത്താണ്. പല സ്ഥലത്തേക്ക് യാത്ര പോകേണ്ട, ഇൽമ് തേടി പോകേണ്ടി വരും അല്ലേ? ആ യാത്രകളൊക്കെ ഇബാദത്താണ്. എന്നാലും ഈ പള്ളിയിലിരുന്ന് ഈ ആബിദ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റൂല, ഈ ആബിദ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല. ഈ രണ്ടാളുകളെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ മനസ്സിലായിക്കോ, ഫളുൽ ആലിമി അലൽ ആബിദി കഫളി അല അദ്നാകും. ആ ആലിമുണ്ടല്ലോ, ആ ആലിമും ഈ പറയപ്പെട്ട ആബിൻ തമ്മിലുള്ള വ്യത്യാസം, ഞാനും സഹാബത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള ആളും എത്ര വ്യത്യാസമുണ്ടോ? സഹാബത്തിൻ്റെ വലിയ സഹാബികളെ കുറിച്ചല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാൻ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും താഴേക്കിടയിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരും തമ്മിലുള്ള അന്തരമാണ് ഈ രണ്ട് ആളുകളും തമ്മിലുള്ളൂ. ഒന്ന്, ഈ ആലിമ് എവിടെയാണ്? റസൂലുള്ളാഹിന്റെ സ്ഥാനത്താണ്. ഈ ആലിം. ആബിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാബികളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്ക് അപ്പോൾ അതേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ, ഈ പിന്നെ ഇൽമു കൊണ്ടും അതേപോലെ തന്നെ തഖ്വ കൊണ്ടും വറവ് കൊണ്ടൊക്കെ ഏറ്റവും അതിനാക്കും താഴേക്കിടയിലുള്ള ആളുകൾ എത്ര അന്തരമുണ്ട്, എത്രയോ അന്തരമുണ്ട്. റസൂലുള്ളാഹിയും അബൂബക്കർ റളിയല്ലാഹു എത്ര അന്തരമുണ്ട്, എത്ര അന്തരമുണ്ട് സഹോദരൻ. ആകാശം ഭൂമി അതിനേക്കാൾ വലിയ അന്തരം റസൂലുള്ളാഹിയും അബൂബക്കർ റളിയല്ലാഹു. അപ്പോൾ ഈ അബൂബക്കർ റളിയല്ലാഹുവിനും സഹാബികളുടെ കൂട്ടത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾ എത്ര അന്തരം ഉണ്ടാവും? അപ്പോൾ റസൂലുള്ളാഹി രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ആലിമായ മനുഷ്യൻ എത്രയോ മുകളിലാണ്. നിങ്ങൾ എന്താ അള്ളാഹിൻ്റെ ഇൽമിനെ കുറിച്ച്? ആ ഇൽമാണ് ഈ ഇൽമ്. ആ ഇൽമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഇൽമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവൻ്റെ മലക്കുകളും അതേപോലെ തന്നെ അഹ്ലസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും, മാളത്തിലുള്ള കോടാനുകോടി ഉറുമ്പുകളും, ഹത്തൽ ഹൂത്ത്, അതേ പ്രവിശാലമായ കടലുകളിലുള്ള ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ പോലും, ലയുസല്ലൂന അലാ മുഅല്ലിമിന്നാസിൽ ഖൈറാ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി അവർ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആര്? അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു. ആർക്ക്? ആലിമായ മനുഷ്യന്. എന്താ അള്ളാഹിൻ്റെ സ്വലാത്ത് എങ്ങനെ? മലക്കുകളുടെ സ്വലാത്ത് എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അയാൾക്ക് എന്താണോ വേണ്ടത് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. ഇസ്തിഗ്ഫാറിന് ചൊരിഞ്ഞു കൊടുക്കുന്നു. മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങൾ, ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക്, ആലിമായ ആൾക്ക്, അള്ളാഹിൻ്റെ ദീന് പഠിച്ച ആൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഫദലും പ്രിയമുള്ളവരെ. അതുകൊണ്ട് പറയണം, നമ്മളെ മക്കളൊക്കെ എന്താക്കണം? നമ്മളെ ആലിമീങ്ങളാക്കണം. മക്കളെങ്കിലും നമ്മൾ പഠിച്ച് നമ്മളെ മക്കളെങ്കിലും ആലിമീങ്ങളാക്കണം. വിശുദ്ധ ഖുർആൻ കാണാപാഠം പഠിച്ച്, അതേപോലെ തന്നെ നല്ല ജാമിഅൽ ഹിന്ദ് പോലെയുള്ള നമ്മളെ ദീന് ശരിയാവണ്ണം പഠിക്കുന്ന, നല്ല കിതാബ് തിരിയുന്ന ഹിക്കമികളായി പുറത്തിറങ്ങാൻ നമ്മുടെ മക്കളുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി നമ്മുടെ മക്കൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഏതെങ്കിലും നല്ല ശരിയ കോളേജുകളിലേക്ക്, അതേപോലെ തന്നെ ജാമിയ ഇസ്ലാമിയെ പോലെയുള്ള മദീന മുനവറയിലുള്ള ജാമിയ ത്വയ്ബയിലോ ജാമിയ ഇസ്ലാമിയിലൊക്കെ എൻ്റെ കുട്ടി പഠിക്കണം, നല്ല ആലിമാകണം. ഈ ആലിമിൻ്റെ വെളിച്ചം ലോകത്ത് മുഴുവൻ പരക്കുമ്പോൾ അതിനേക്കാളേറെ പരക്കുന്നത് എന്നിലാണ്. ഞാൻ എൻ്റെ പിതാവാണ്, ഞാൻ എൻ്റെ മാതാവാണ് എന്നുള്ള ഫضل അവിടെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ആലിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ 14-ാം രാവ് ഉദിച്ച ചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ, ഏതാണ് കാണുന്നത് ഇവിടെ നിന്നാണ് നോക്കിയാൽ, ബാക്കിയെല്ലാം പ്രഭ മങ്ങിക്കിടക്കുകയാണ്. 14-ാം രാവ് ഉദിച്ച ചന്ദ്രന് എത്രത്തോളം പ്രഭയുണ്ടോ അതാണ് ആലിമിൻ്റെ പ്രത്യേകത, അള്ളാഹിൻ്റെ ദീന് പഠിച്ച ആളുടെ പ്രത്യേകത. അത് ആ പ്രത്യേകത രണ്ട് ലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നല്ലാഹ ലയർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബി ആഖരീൻ. ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അങ്ങേ അറ്റം ഉയർത്തിക്കൊണ്ടു. അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അടിമച്ചന്തകളിൽ നിന്നും അടിമച്ചന്തകളിലേക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്ത നാക്കാലികളുടെ വില പോലും ഇല്ലാത്ത ആളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു, ദീന് പഠിച്ചു. എന്തായി? ഉമർ റളിയല്ലാഹു അൻഹു ഖുറൈശി തറവാട്ടിലെ നേതാവ്, അവിടുത്തെ എല്ലാം കൊണ്ടും പിന്നെ അടിത്തമുള്ള ആ ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, സയ്യിദന, ഞങ്ങളുടെ നേതാവേ. ആരെ? ബിലാൽ റളിയല്ലാഹു അൻഹു.
കാണാൻ എന്തേലും ചൊറുക്കുണ്ടോ? പൈസ വല്ലതുണ്ടോ? ദുനിയാവിലെല്ലാം നേടിയിട്ടുണ്ടോ? ഒന്നും നേടിയിട്ടില്ല. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ വിളിച്ചു. ഈ കണ്ട സഹാബികളൊക്കെ ആഗ്രഹിച്ചു കാബയുടെ മക്കം ഫതഹിൻ്റെ അന്ന് കാബയുടെ മുകളിൽ കയറി ഒന്ന് വാങ്ങിക്കൊടുക്കണമെന്ന്. റസൂലുള്ളാഹി വിളിച്ചു. ബിലാൽ എവിടെ? അതിന് ബിലാൽ. ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, സയ്യിദി, എൻ്റെ നേതാവേ. ആരെ? ഈ ബിലാൽ റളിയല്ലാഹു അൻഹു. അള്ളാഹു ഉയർത്തുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹിൻ്റെ ദീന് പഠിക്കുന്നതിൽ നമ്മൾ ഏറെ ശ്രദ്ധ പുലർത്തുകയും എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവിലെയുള്ള പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ. എന്താണ്? ഓരോ ദിവസവും ലോകം കണ്ട ഏറ്റവും വലിയ അറിവാളൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്കൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. പടച്ച റബ്ബേ, നാഫിയായ ഇൽമ കൊണ്ട ഒരു പ്രഭാതത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ റസൂലുള്ളാഹി പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെയും നമ്മൾ പ്രാർത്ഥിച്ചു, പടച്ചോനെ എനിക്ക് നാഫിയായ ഇൽമ കൊണ്ട. റബ്ബി സിദ്നി ഇൽമാ റസൂലേ വഖുർ റബ്ബി സിദ്നി ഇൽമാ. റസൂലേ, നിങ്ങൾ ഇൽമു വർദ്ധിപ്പിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്ക റസൂലേ, പറയ് റസൂലേ. അല്ല റസൂലേ, നിന്റെ ഉമ്മത്തിനോട് പറയ്. വിശുദ്ധ ഖുർആൻ ത്വാഹയിലുള്ള ആയത്താണ്. വഖുൽ റബ്ബി സിദ്നി ഇൽമാ. പടച്ചോനെ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചുകൊണ്ട്. അത് റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെ ചുമരിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിലോ ഒട്ടിച്ചേക്കാനുള്ളതല്ല. റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കണം. വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന്, ഹദീസിൻ്റെ പഠനത്തിന്, നിസ്കാരം കൃത്യമായി പഠിക്കുന്നതിന്, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കിതാബ്, അതിൻ്റെ പരിഭാഷകൾ വായിക്കുന്നതിന്, പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ സമയം കണ്ടെത്തിയാൽ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്തു, പീസ് റേഡിയോയിൽ ഒരു അഖീദ കോഴ്സ് വന്നു, അത് പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു. നാട്ടിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ ഏത് ദിവസം നടക്കണേ? ഇവിടെ നടക്കണില്ല. ക്യൂച്ച് നടക്കണം. ഏത് ദിവസം? ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം. ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം കുടുംബസമേതം നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും ഒക്കെ 1 or 2 ആയത്ത് ഒരു ഉസ്താദ് വന്നിട്ട് എങ്ങനെയാണ് അത് ഓതുക, അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ എന്താ, അതിൻ്റെ വാക്കർത്ഥം എന്താ, അതിൻ്റെ ആശയം എന്താ, അതിൻ്റെ വിശദീകരണം എന്താന്ന് പറയണേ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ക്ലാസ്. അതാണല്ലോ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്. ഒരായത്ത് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണമായ ഹദീസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കണ ക്ലാസ്. അത് സ്ഥിരമായി പോകാൻ തീരുമാനിച്ചു. നമ്മൾ പലയിടത്തും കാണണം എന്താ, പലയിടത്തും പല ആളുകളും കുടുംബസമേതം പോകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്തോട്ട്. ചിലയിടത്ത് എങ്ങനെയാണ്, മിക്കതും അങ്ങനെയാണ്. വാപ്പ പോവും, ഉമ്മ പോവും, വേറെ അല്ലേ, ഉമ്മ വേണ്ട വാപ്പല്ലേ, വാപ്പുണ്ട്, കുട്ടികൾ പോകണമെങ്കിൽ ഇതാണ്. നേരെ പിടിച്ച് കല്യാണത്തിന് കുടുംബസമേതം പോകും, ഷോപ്പിങ്ങിനെ കുടുംബസമേതം. ഇതിൻ്റെ അള്ളാൻ്റെ ഈ പറയപ്പെട്ട ഇൽമു കരസ്ഥമാക്കാൻ എന്തേ വീടടിച്ച് പോയാൽ? ശനിയാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച പിറ്റേന്ന് കുട്ടികൾക്ക് ഒഴിവാണ്, കുട്ടികളെയും കൂട്ടി പോകാമല്ലോ. അന്നും രാത്രി പഠിക്കും. ആ പഠനം അവിടെ നിൽക്കട്ടെ, ഇതൊന്ന് പഠിക്കട്ടെ. ഈ നിലക്ക് അള്ളാഹിൻ്റെ ദീന് പഠിക്കാനൊരു സംവിധാനത്തേക്ക് നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതാണ് ദീന് പഠിക്കുക എന്ന് പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടും, പണ്ഡിതന്മാരും മരിക്കും, ഇൽമുള്ളതുണ്ടാവില്ല, പിന്നെ ജാഹിലീങ്ങൾ ഉണ്ടാകും. അവരോട് ജനങ്ങൾ ഫത്വ വയ്ക്കും. ഇന്ന് കണ്ടില്ല ഇപ്പോൾ യൂട്യൂബ് ചാനൽ എല്ലാവരും മുഫ്തിമാരാ. ഒരു കിതാബ് പോലും വായിക്കുക, ഒരു ഇബാറത്ത് പോലും വായിക്കാൻ അറിയാത്ത ആളും ഓനും വലിയ ആലിമാണ്. ഓനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു സ്വലാത്ത്, പിന്നെ ഒരു സ്വലാത്തും അതേപോലെ തന്നെ ദിക്ർ അൽക്കും തുടങ്ങി, ഓനോട് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ജാഹിലീങ്ങളായ ആളുകൾ സംശയം ചോദിക്കുന്നു, ഈ ജാഹിലി മറുപടി കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ജാഹിലീങ്ങളായ ആളുകൾ നേതാക്കന്മാരായി വരും, അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കും. വല്ലു ഫഅലല്ലു, അവർ വഴി വെച്ച് പോയവരാണ്, ജനങ്ങളെ വഴി വേപ്പിച്ചും കൊണ്ടേയിരിക്കുന്നു. അത് ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൽമു ഉയർത്തപ്പെടും, ഇൽമുള്ള ആളുകൾ ഇല്ലാതായി പോകും. എത്ര പണ്ഡിതന്മാരാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇൽമ് ഏറെ കരസ്ഥമാക്കാൻ നമ്മളും നമ്മുടെ മക്കളും കരസ്ഥമാക്കാൻ ഏറെ ശ്രദ്ധിക്കണം. അതിനേറെ കൂലി പറഞ്ഞു റസൂലുള്ളാഹി. ഈ ഹദീസ് നിങ്ങൾ കേട്ടോ എന്നറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരു മനുഷ്യൻ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകും. അതാന്ന് പറഞ്ഞാൽ രാവിലെ പോകുക എന്നാണ്. ഏത് സമയത്ത് പോയാലും. ഇപ്പം നമ്മൾ വന്നു, എന്തിനാ വന്നത്? എന്നിട്ട് റസൂലുള്ളാഹി പറയണേ, ലാ യുരീദു അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു. അയാൾ പള്ളിയിൽ വന്നത് എന്തെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ പഠിക്കണം, ദീന് പഠിക്കണം. ഞാൻ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്നുള്ള നിയത്തിലാണ് വന്നത്. നിങ്ങളിപ്പോൾ ഈ ഇരിക്കണത്, നിങ്ങൾ ഈ ഇവിടെ വന്ന് ഇപ്പോൾ പല ആൾക്കാരും
പ്രയാസമുള്ള ആൾക്കാർ ചാരി ഇരുന്നോട്ടെ. ചാരി ഇരിക്കാതെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ മുമ്പ് തന്നെ വന്നിരിക്കണം, ചാരി ഇരിക്കല്ല വേണ്ടത്. എന്നിട്ട് വന്ന് ഇരുന്ന് ഉറങ്ങാതെ ശരിക്ക് അത് കേട്ട് അത് ഇരിക്കണം ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദീന് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് വന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാന ലഹു കഅജ്രിൽ ഹാജി, ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം എന്തിനെ? അഥവാ സഹാബത്ത് നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ കേട്ടു. ചിലർ ചില ഹദീസ് കേട്ടിട്ടുണ്ടാവും, ചില ഹദീസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, നമുക്കൊന്ന് ഒരു ഹദീസ്, ഇതിൻ്റെ അടുത്തുള്ള ഹദീസ് നമ്മൾ ഇന്നത്തെ പോലെയല്ലോ ഹദീസുകൾ ക്രോഡീകരണം കഴിഞ്ഞിട്ടില്ല, സ്വഹാബത്തും താബികളും താബികളൊക്കെ. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്തുള്ളൊരു ഹദീസ് പറഞ്ഞു കൊടുക്കും, ഒരിടങ്ങളിൽ കേൾക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാനും കേൾക്കാനൊക്കെയാണ് ഒരു പള്ളിയിൽ വന്നിരിക്കണത്. നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഈമാൻ കൊള്ളുക, അവരങ്ങനെ പറയും, മീൻസ കുറച്ചു നേരം നമ്മൾ ഈമാൻ കൊള്ളുക എന്ന് അവർ പറയാം. എന്നിട്ട് പള്ളിയിൽ വന്നിരിക്കും. ഒഴിവ് കിട്ടിയ പള്ളിയാണ് അല്ലേ? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കേട്ടല്ലോ. ഭാര്യനെ തെറ്റിയപ്പോൾ എവിടേക്കാണ് പോയത്? ക്ലബ്ബൊക്കെ പോയത്, കള്ളുടിക്കാനോ അല്ലല്ല, പള്ളി പോയി. ഭാര്യനെ തെറ്റി, റസൂലുള്ളാഹിൻ്റെ മോളായിട്ട് തെറ്റി. സൗന്ദര്യ പിണക്കാണ് ഭാര്യയും ഭർത്താക്കന്മാരും സ്വാഭാവികമായിട്ടുണ്ടാകും. റസൂലുള്ള മോളെടുത്തേക്ക് വന്ന് ചോദിച്ചു, അലി എവിടെ ചോദിച്ചു. അങ്ങോട്ടും എന്തോ ചെറിയൊരു സൗന്ദര്യ തെറ്റിപ്പോയിക്കണം. അപ്പോൾ എവിടെ റസൂലുള്ളാഹി എവിടെയെന്ന് ചോദിക്കണ്ട, തെറ്റിപ്പോയാൽ എവിടെ ഉണ്ടാവും? പള്ളി ഉണ്ടാവും. നമ്മളെ നേതാക്കന്മാരാണ്. ഭാര്യനോട് തെറ്റിയ പിന്നെ ഓല ആശ്രയം പള്ളിയാണ്, അള്ളാൻ്റെ വീട്ടിലാണ് ഓലുള്ളത്. നേരെ റസൂലുള്ളാഹി നേരെ മദീനത്തെ പള്ളി ചെന്നു, അവിടെ ഉണ്ട് കിടക്കണം, അവിടെ കിടക്കണം, മണ്ണിൽ കിടക്കണം. യാ അബാ തുറാബ്, മണ്ണിൻ്റെ മോനെ എണീക്ക്. ഇതോ ശരീരത്തിലൊന്ന് അറബികളുടെ പ്രയോഗം അങ്ങനെയാണ്. ഒന്നായിട്ട് പിന്നെ എന്താണ്, റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രനുമാണ്, റസൂലുള്ളാഹിൻ്റെ മരുമകനുമാണ്. റസൂലുള്ളാഹിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളാണ്. അലി അനക്ക് ഞാൻ ഉണ്ട് പറഞ്ഞു, അലി അനക്ക് ഞാൻ ഉണ്ടെന്ന് പറയും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്നത്, അലിക്കൊന്നും കിട്ടിയില്ല. അലി അനക്ക് ഞാൻ ഉണ്ട്. അലിക്ക് സമാധാനമായി. നോക്ക് നിങ്ങൾ, ഇനി കൂടുതൽ വിഷയമായിരിക്കും, നമുക്ക് കരച്ചിൽ വരും, നിങ്ങൾക്ക് കരച്ചിൽ വരും. അതാണ് ഓല ജീവിതം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് പള്ളിയായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ പള്ളിയിൽ ഒരാൾ വന്നിട്ട് അള്ളാൻ്റെ ദീന് പഠിക്കുക എന്നുള്ള നെയ്യത്തോട് വന്നു, അള്ളാൻ്റെ ദീന് പഠിപ്പിക്കുക എന്നുള്ള നെയ്യത്തോട് വന്നാൽ റസൂലുള്ളാഹി പറയാണ്, അയാൾക്ക് കാന ലഹു കഅജ്രിൽ ഹാജി താമത്തൻ ഹജ്ജുഹു. വല്ലാത്ത പ്രയോഗമാണ്, പരിപൂർണമായ ഹജ്ജ്. എന്താ പരിപൂർണമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? പരിപൂർണമായ ഹജ്ജ് റസൂലുള്ളാഹി പറഞ്ഞു, മഖ്ബൂലും മബ്റൂറുമായ പരിപൂർണമായ ഹജ്ജ് ചെയ്ത മനുഷ്യൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അത്രക്കധികം ഫിൽട്ടർ ചെയ്യപ്പെട്ട ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് അള്ളാൻ്റെ ദീന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ ചെയ്യും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് ഇൽമിൻ്റെ കേദാരമാണ് ഇബ്നു ഉമർ. ഇബ്നു ഉമർ കുറേ കഴിഞ്ഞിട്ടാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ കൂലിയും മറമടക്കാൻ വേണ്ടി വന്ന് നിന്ന് മറമടക്കി കഴിഞ്ഞതിന് ശേഷം അതുവരെ കാത്തുക്കണീൻ്റെ കൂലിയും അദ്ദേഹം അറിഞ്ഞത്. എന്താ കൂലി? കീറാത്താണ്. ഒരു കീറാത്ത് പറഞ്ഞാൽ ഉഹുദ് മലയോളം പുണ്യം. നമുക്ക് ഉഹുദിൽ പോയ ആൾക്കാരാണ് നമ്മളൊക്കെ. എത്രയോ 10, 13, 14 കിലോമീറ്റർ അങ്ങനെ ദീർഘിച്ച് കിടക്കുന്ന ആ ഉഹുദ് മല, ഇസ്ലാമിലേറെ പ്രാധാന്യം പഠിപ്പിച്ച ഉഹുദ് മല, അത്രത്തോളം കൂലി ഒരാളുടെ ജനാസ നിസ്കരിച്ചാൽ കിട്ടും. അത്രത്തോളം കൂലി രണ്ടാമത്തെ ഒരു ഉഹുദ് മലയുടെ കൂലി കബറടക്കാൻ വേണ്ടി അവിടെ കാത്തു നിന്നുണ്ട് കിട്ടും. ഇതറിഞ്ഞപ്പോൾ പിന്നെ ഇബ്നു ഉമറിന് വലിയ അത്ഭുതം. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ റസൂലുള്ളാഹി പറയണം. അപ്പോൾ അദ്ദേഹം കേട്ടിട്ടില്ല. ആയിഷ ബീവിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ ഉണ്ടോ ഉമ്മ? ഇങ്ങനെ കേട്ടല്ലോ, ഇങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന എൻ്റെ ഓർമ്മ, അബൂ ഹുറൈറ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഉണ്ടോ? അതെ, അബൂ ഹുറൈറ പറഞ്ഞത് ശരിയാണ്. പടച്ചോനെ, എത്ര കീറാത്താണ് ഞാൻ കളഞ്ഞത്, എത്ര പുണ്യമാണ് ഞാൻ കളഞ്ഞത്. അപ്പം എന്തേ? മയ്യിത്ത് നിസ്കരിക്കാത്തതുകൊണ്ടെന്നല്ല, ഈ ഒരു ശ്രദ്ധയിൽ ഒരു നിസ്കരിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യണം എന്താ, നിസ്കരിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പം മറമടക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കണോ എന്ന് വിചാരിക്കും. ഒരു കീറാത്ത് കൂലി എത്രയാണ് സഹോദരന്മാരെ, ഒരു കീറാത്ത് പുണ്യം എന്ന് പറഞ്ഞാൽ. ഇത് അറിയാത്തതുകൊണ്ട് നഷ്ടപ്പെടുകയാണ്. പള്ളിയിലേക്ക് ഒളു എടുത്തിട്ട് ഒരാൾ വരുന്ന സമയത്ത് അയാൾക്ക് ഓരോ സ്റ്റെപ്പും, ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അയാൾ പാപങ്ങൾ പൊറുക്കും, വേറെ സ്റ്റെപ്പ് വെക്കുമ്പോൾ അയാൾ പദവി ഉയർത്തും എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഒളു എടുത്ത് വരുന്ന ഒരാൾ എത്ര പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാളുടെ പാപങ്ങളെല്ലാം മുതുകിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ അയാൾ സുജൂദ് ചെയ്യുന്ന സമയത്തും റുക്കൂ ചെയ്യുന്ന സമയത്തും മരത്തിൽ നിന്നും ഇല പൊഴിയുന്ന പോലെ അയാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അയാളെ സുജൂദ് കുറച്ചുകൂടി നീളുണ്ടാവും.
ഖിയാമുൽ ലൈലിനും അതേപോലെ തന്നെ തറാവിനൊക്കെ ഇമാം ഒരു 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 10 സെക്കൻഡ് ഏറെ സുജൂദ് ചെയ്താൽ ഇതാണ് ഈ ചങ്ങായി പൊന്താത്തുനിന്ന് കുറ്റം പറയില്ല. എന്താ ഈ ചങ്ങായി പൊന്തത്ത്? ഈ ചങ്ങായിക്ക് എന്താ ഒരു കൂസലൊന്നുമില്ലേ? മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ ചിന്തിക്കൂല. റുക്കൂലി നിന്നിട്ട് മനുഷ്യന്റെ ഊര കടിയുണ്ടെന്ന് ചിന്തിക്കൂല. ഖിയാമുൽ ലൈൽ അതിനുള്ളതാണ്. അപ്പം എൻ്റെ റുക്കൂ ചെയ്യണ സമയത്ത് പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും. ഇത് അറിഞ്ഞ് റുക്കു ചെയ്യണ ആളാണെങ്കിലോ റുക്കൂനയാൾക്ക് ഏതായാലും കൂലിയുണ്ട് ഒക്കെയാണ്. ഇതും കൂടെ അതാണ് ഓരോ അറിവും മനുഷ്യൻ്റെ പ്രതിഫലം സ്വർഗത്തിലേക്കുള്ള പദവി അവന് ഉയർത്തും. അതാണ് മതം പഠിച്ചാലുള്ള പ്രശ്നം, പിന്നെ പവർ. ഇങ്ങനെ ഓരോ സംഗതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ ഒളു എടുത്തതിന് ശേഷം ഒളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പ്രാർത്ഥനയല്ലോ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി പ്രാർത്ഥനയല്ലേ. എന്താ? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. എന്താ അത്? ഒരു 5 സെക്കൻഡ് വേണ്ട ആ പ്രാർത്ഥന ചെല്ലാൻ, ഒരു 5 സെക്കൻഡ് വേണ്ട ആ പ്രാർത്ഥന ചെല്ലാൻ. ഒളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇൽമ പഠിച്ചാലുള്ള മെച്ചം. ഇൽമ പഠിച്ചില്ലെങ്കിൽ അപകടമാണ്. ഇൽമ പഠിച്ചില്ലെങ്കിൽ എല്ലാവിധ കുഫറും ശിർക്കും ഖുറാഫാത്തും ചെയ്യും. നമ്മൾ നല്ലതല്ലേ എന്ന് വിചാരിക്കും. നോക്ക് നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, മദീനത്തു നിന്ന് ഒരാൾ പിന്നെ ഇഹ്റാം ചെയ്തിട്ട് അയാൾ ഹജ്ജിനോ ഉംറക്കോ പോവാണ്. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഞാനിങ്ങനെ ഇവിടുന്ന് ഇഹ്റാം കെട്ടി പോവാണ്, അപ്പോൾ ഞാൻ എവിടുന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? മദീനക്കാരുടെ ഇഹ്റാം കെട്ടേണ്ട സ്ഥലം എവിടുന്നാന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്, അവിടെയാണ് മീക്കാത്ത്, അവിടെയാണ് മീക്കാത്ത്. അപ്പോൾ അവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഹ്റാം കെട്ടിയത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ചോദിച്ച ആൾ പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉഹരിമ മിനൽ മസ്ജിദി, ഞാൻ മസ്ജിദുൽ ഹറാമിൽ തന്നെ ഇഹ്റാം കെട്ടി പോവുകയാണെന്ന് പറഞ്ഞു. മസ്ജിദുൽ ഹറാമിൽ തന്നെ ഇഹ്റാം കെട്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് വന്ന് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ദുൽഹുലൈഫ, അവിടുന്ന് കുറച്ച് ദൂരം പോരണം. അപ്പോൾ ഇയാൾ കുറേ നേരത്തെ തന്നെ ഇഹ്റാം കെട്ടുകയാണ്. അതിനെന്താ കുഴപ്പം? ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാലുള്ള മെച്ചെന്താ? അയാൾ ഇബാദത്തിലായി കഴിഞ്ഞു. ഇഹ്റാം കെട്ടിയ പിന്നെ തൽബിയത്താണ്. അപ്പോൾ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞ് കുറേ നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഒന്ന് ബസ്സിലാണ് പോണത്, അല്ലെങ്കിൽ ട്രെയിനിനാണ് പോണത്. ഇന്ന് ഓരോ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ കൈതപ്പുറത്തോ കയറാം. കുറേ മണിക്കൂറുകൾ നേരത്തെ ആ ഇബാദത്തിലേക്ക് കടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ദുൽഹുലൈഫയിൽ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ നിന്ന് ഇഹ്റാം കെട്ടാണ്. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിന്നെ ഫിത്തന പിടികൂടുന്നു ഞാൻ ഭയപ്പെടുന്നു. നീ കുഴപ്പത്തിൽ ചെന്ന് ചാടും, ഈ കുഴപ്പക്കാരനാണ്, കുഴപ്പത്തിൽ ചെന്ന് ചാടും, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യ ഫിത്തനത്തിനത് എന്താണ് ഇമാം അവറുകൾ നിങ്ങൾ പറയണത്? ഒരു ഇബാദത്തിലേക്ക് ഞാൻ നേരത്തെ പ്രവേശിക്കുന്നല്ലേ പറഞ്ഞത്? എന്ത് ഇബാദത്താണ്? ഇന്നമാഹിയ അംയാലുൻ അസീദുഹ, കുറേ മൈലുകൾ നേരത്തെ ഞാൻ ഇബാദത്തിലേക്ക് പ്രവേശിച്ച്, എന്നിട്ട് ആ ഇബാദത്തിൽ പ്രവേശിച്ച് ഞാൻ ഹജ്ജിന് ഞാൻ മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? അപ്പം എന്തേ നല്ല കാര്യമല്ലേ? എന്താണ് കുഴപ്പം എന്ന് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി, അപ്പോൾ ഈ ഷെയ്ഖ് പറയാണ്, വഅയ്യി ഫിത്നത്തിൻ അഅ്ലമ മിൻ അൻ തറ അന്നക സബഖത ഇലാ ഫളീലത്തിൻ കസ്റഹ അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനേക്കാൾ വലിയ മുന്തിയ ആളാകുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ നിന്നാണ് പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കണ തന്നെ മദീനത്തെ പള്ളീൻ്റെ അടുത്ത, മദീനത്തെ പള്ളിയിലാണ്. എന്താ റസൂലുള്ളാഹിക്ക് എന്തേത് കഴിയൂലേ? അതുകൊണ്ട് അതിനൊരു സ്ഥലമുണ്ട്. വിചാരിക്കണം നല്ലതല്ലേ എന്നല്ല വിചാരിക്കണത്, കുറച്ചുകൂടി ഹൈറല്ലേ എന്നല്ല വിചാരിക്കണത്, തൽബിയത്ത് ഏറെ ചെല്ലാം എന്നല്ല വിചാരിക്കണത്, കുറച്ചുകൂടി നേരത്തെ ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ എന്നല്ല ഉദ്ദേശിക്കണത്. അതെന്തല്ല, അത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമായതല്ല, അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ്, ഇപ്പം ഉണ്ടായതാണ്, നരകത്തിലേക്കുള്ള പോക്കാണെന്ന് അർത്ഥം. അപ്പോൾ ദീന് പഠിക്കാഞ്ഞാലും പ്രശ്നമാണ്. ദീന് പഠിക്കാഞ്ഞ കുറേ ഇബാദത്തിൻ്റെ കൂലി കുറയുന്ന മാത്രമല്ല, ദീന് പഠിക്കാഞ്ഞ അപകടത്തിൽ ചെന്ന് ചാടും. പുതുമുസ്ലിങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചില്ലേ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫത്തഹിന് ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ പറഞ്ഞു, അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമൊന്നും ഉറച്ചിട്ടില്ല, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാലഹും ദാത അൻവാത്, റസൂലേ ഞങ്ങൾ മുശ്രിക്കീങ്ങളായിരുന്ന സമയത്ത്, മക്ക മുശ്രിക്കുകൾക്ക് ഹുനൈൻ യുദ്ധത്തിന് പോണ സമയത്താണ്, മക്ക മുശ്രിക്കുകൾക്ക് അഥവാ ഞങ്ങൾ മുശ്രിക്കീങ്ങളായ സമയത്ത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു ദാത്ത അൻവാത്ത്, ഒരു ഇലന്ത മരമുണ്ട്, ആ ഇലന്ത മരത്തിൽ നമ്മളെ വാളും പരിചയമൊക്കെ കൊളുത്തിട്ടിട്ടുണ്ടെങ്കിൽ, കൊളുത്തി കുറച്ചേരം ഇട്ടാൽ പിന്നെ അതെടുത്ത് യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും, അതിനൊരു ബറക്കത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു ബറക്കത്തിൻ്റെ മരം നിശ്ചയിച്ച് തരണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചീത്തറിഞ്ഞോലോട്. ജാഹിലീങ്ങളാണ് അവർ, ഇൽമില്ലാത്തതുകൊണ്ടാണ്. എന്താ ഷിർക്കാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ നിന്നല്ലാതെ എവിടുന്ന് ബർക്കത്ത് കിട്ടും? ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞ പോലെ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, മൂസാ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം, കുഫാറുകൾക്ക് ഇലാഹുള്ള പോലെ ഞങ്ങൾക്കൊരു പടച്ചോൻ ഉണ്ടാക്കി തരാൻ നിശ്ചയിച്ചറിയാം, ഞങ്ങൾ അതിനോട് ആരാധിച്ച് അതിനോട് പിന്നെ ഭജനമിരുന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ പോലെ ഷിർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ വിവരമില്ലാത്തവർ ഇങ്ങനെ ചെയ്യും. ദീനിൽ വിവരമില്ലാതെ പലരും പല ബിദ്അത്തുകളായ സംഗതികൾ കൊണ്ടുവരും. നല്ലതില്ലേ എന്ന് അവർ വിചാരിക്കും. ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യും. നരകത്തിലേക്ക് ആപതിക്കാൻ അത് കാരണമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആളുകൾ ചില വാക്കുകൾ പറയും, ദീനിനെ പരിഹസിക്കുന്നു. എന്താ എൻ്റെ ഒരു കൂസം താടി, ഇവനക്ക് താടിയില്ല, താടിയിലേക്ക് വെക്കണ്ട, താടി വടിച്ചാൽ കുറ്റം കിട്ടും, യാതൊരു സംശയവുമില്ല. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു താടി വടിച്ചാൽ കുറ്റം. പിന്നെ വെട്ടിനെ കുറിച്ച് ചർച്ച ആയിക്കോട്ടെ, നമ്മൾ വെക്കണില്ല, എന്താ ചർച്ച അവിടെ കിട്ടും. പക്ഷെ ഒരു വെച്ചോൻ്റെ താടി കണ്ടപ്പോൾ ചിന്തൊരു കൂസം താടി വെച്ചിക്കണ്, അത് ദീനിനെ പരിഹസിക്കലാണ്. ഇജെന്താ വെള്ളപ്പൊക്കത്ത് നടന്നു വരിക, എൻ്റെ നെരിയാണിൻ്റെ മുകളിൽ വല്ലാതാണ്ട് കയറ്റിക്കണ്, അതാ കയറ്റിയെടുത്തോനി ഇൽമുണ്ട്. എന്ത് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് മുഅ്മിനിൻ്റെ ഇസാറ് വസ്ത്രം എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ നെരിയാൻ്റെ അടിയിലെന്ന് പറഞ്ഞു. മുട്ടിൻ്റെ നെരിയാൻ്റെ അടിയിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസാറുൽ മുഅ്മിൻ നിസ്ഫുസ് സാക്ക് എന്നാണ്. പിന്നെ അപ്പോൾ മുട്ടിൻ്റെ നെരിയാണിൻ്റെ ഇടയിലാണ് ഒരു മുഅ്മിൻ്റെ വസ്ത്രം വേണ്ടി. ഇനി വേണമെങ്കിൽ ഇവിടെ വരെ നെരിയാണി വരെ പോകാം, അതിൻ്റെ താഴെ പോകാൻ പറ്റില്ല. അത് അറിയുന്ന ആൾ ഒരു സൂക്ഷ്മതയോടുകൂടി നടക്കുന്ന ഒരാളെ കളിയാക്കുക. എന്താ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒന്ന് കയറ്റിയെടുക്കുമല്ലോ, അങ്ങനെ കളിയാക്കുക. നല്ല ഡ്രസ് കോഡിൽ നടക്കുന്ന ഒരു പെണ്ണിനെ കളിയാക്കുക. ദീനായിട്ട് നടക്കുന്ന ആളുകൾ ഒയ്താ മർറൂബിഹിം യതഗാമസൂൻ, മുഅ്മിനീങ്ങൾ പോണ സമയത്ത് ഇവർ ഗോഷ്ഠി കാണിച്ചിരുന്നു. വൈദൻ കലബു ഇലാ അഹ്ലി മുൻകലബു ഫക്കിഹീൻ. കുഫാറുകളുടെ സ്വഭാവം നരകത്തിൽ കിടന്ന് എരിയണ സമയത്ത് ആ കുഫാറുകളുടെ സ്വഭാവം ഒരു ദുനിയാവിൽ എങ്ങനെയായിരുന്നു എന്ന് പറയാം. മുഅ്മിനീങ്ങളെ കണ്ടപ്പോൾ ഓൻ്റെ ആ താടിയും മുടിയും സാടിയും ഒന്നായിട്ട് എന്താ എൻ്റെ അടുത്തൊരു 50 ഉറുപ്പില്ല, ഇതൊന്ന് നീക്കിക്കളയാൻ എന്ന് പറഞ്ഞ് കളിയാക്കുക. ഇത് മുത്തുനബി വെച്ചതുകൊണ്ടാണ് ഞാൻ വെക്കണത്, മുത്തുനബി പറഞ്ഞുകൊണ്ടാണ് ചെയ്യണത്, മുത്തുനബി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണത്, എൻ്റെ ഹബീബ് പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ദീനിൻ്റെ സുന്നത്താണ്. 24 മണിക്കൂറും കൂലി കിട്ടുന്ന കാര്യമാണ് താടി വെക്കുക എന്നുള്ളത്. ലോകത്തെല്ലാ പ്രവാചകന്മാരും താടി വെച്ചു, സഹാബത്ത് മുഴുവൻ താടി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദശക്കണക്കിന് ഹദീസുകൾ നിങ്ങൾ താടിയെ വിടണേ, താടിയെ നിങ്ങൾ പിന്നെ എന്താക്കരുത്, നിങ്ങളതിനെ പരിപാലിക്കണേ, നിങ്ങളതിനെ വിട്ടുകളയണമേ, നിങ്ങളതിനെ പിന്നെ മുറിക്കരുത്, നിങ്ങളതിനെ വടിക്കരുത് എന്ന് പറയുന്ന ഒരുപാട് ഹദീസ്. താടി കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആണിനെ ആദരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു, ആണിൻ്റെ അലങ്കാരമാണെന്ന് പറഞ്ഞു. ലോകത്തെല്ലാ ജീവജാലങ്ങളും ആണിനൊരു അലങ്കാരമുണ്ട്. മയില്, ആൺമയിലിനെ കാണാനാണ് ഭംഗി. എല്ലാവരും സൂലാണ് ചെന്നാൽ ആൺമയിലിനെ കാണാൻ ക്യൂ നിൽക്കുക. എൻ്റെ പെണ്ണിനെ ആരും നോക്കണില്ല. സിംഹത്തെ കാണാൻ, ആൺസിംഹത്തെ കാണാൻ ആൾക്കാർ നിൽക്കുന്നത്. പഞ്ചവർണ്ണ കിളിയെ കാണാൻ, അതൊക്കെ നല്ല കോഴികളെ കാണാൻ അംഗവാലുകൾ, അത് ആണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. നമുക്കെന്തേ താടി വിരൂപമായി തോന്നി? നമ്മുടെ സൗന്ദര്യ സങ്കല്പം ശൈത്താനിലെ ഓൻ്റെ തലയിലൂടെ ഊട്ടി ഉണ്ടാക്കിയത് കൊണ്ട് തോന്നുകയാണ് താടി അലങ്കാരമല്ല എന്ന്. ആണിൻ്റെ ഗാംഭീര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദീനിനെ കളിയാക്കുക അറിവില്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ പഠിച്ചു, ഇനിയിപ്പോൾ നമ്മൾ പറയില്ല. അതാണ് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ചില ആളുകൾ ചില വാക്കുകൾ ഉപയോഗിക്കും. എന്താണ്? വഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമാ, ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുന്നു, മിൻ സഖത്തില്ലാ, അല്ലാഹുവിന് കോപമുള്ള വാക്കാണ്, അയാൾ അതിന് ലാ യുൽക്കി ലഹാ ബാല, അല്ലാഹു സുബ്ഹാനഹു അയാൾ അതിനൊരു വിലയും കൊടുക്കുന്നില്ല, നിസ്സാരമായൊരു വാക്കല്ലേ എന്ന് പറഞ്ഞവർ പറയുന്നു, ലാ യുൽക്കി ലഹാ ബാല യഹ്വി ബിഹാ ഫീ ജഹന്നം, അയാൾ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആപതിക്കാൻ ആ ഒരൊറ്റ വാക്ക് മതിയാവും കേട്ടോ. ദീനിനെ പരിഹസിക്കുന്നൊരു വാക്ക്, ആ പരിഹാസം അയാളിലേക്കല്ല എത്തിയത്, ദീനിനെയാണ്, അള്ളാഹുവിലേക്കാണ്, മുത്തനബിയിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത പരിഹസിച്ച മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഒരു യുദ്ധസമയത്ത്, ഒരു യാത്രാസമയത്ത് കുറച്ച് മുനാഫിക്കിൽപ്പെട്ട ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ സഹാബികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബികളെക്കുറിച്ച് പറയുകയാണ്. എന്ത്? സഹാബികൾ വല്ലാത്ത തീറ്റക്കൊതിയന്മാരാണ്, യുദ്ധത്തിന് വരുന്ന സമയത്ത് വല്ല പേടിത്തൊണ്ടന്മാരാണ് എന്തൊക്കെ പറഞ്ഞ് സഹാബത്തിനെ കുറിച്ച് മോശം പറഞ്ഞു. ഇത് കേട്ടൊരു സഹാബി ഉടനെ തന്നെ
യാ അദുവല്ലാ, നീ അള്ളാഹിൻ്റെ ശത്രുവാണ്, നീ മുനാഫിക്കാണ്, റസൂലുള്ളാഹിനോട് ഞാനിത് പറയുമെന്ന്. റസൂലുള്ള കുറച്ച് അപ്പുറത്തെ ദൂരെയാണ്, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഈ സഹാബി ഓടുന്നത് കണ്ടപ്പോൾ ഈ മുനാഫിക്ക് അപകടം മണത്തു. ഈ മുനാഫിക്കും ഈ സഹാബിൻ്റെ പിന്നാലെ ഓടുകയാണ് റസൂലുള്ളയോട് പറയാൻ വേണ്ടി. പൊന്നാര സഹാബി പോകുന്ന സമയത്ത് അതിനേക്കാൾ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയിട്ടുണ്ട്. സഹാബി പോകുമ്പോൾ തന്നെ വഹി ഇറങ്ങി. സഹാബത്തിനെ മോശമാക്കുന്ന, ചീത്ത പറയുന്ന, തെറി പറയുന്ന ഈ മുനാഫിക്കിൻ്റെ അവസ്ഥ, ഈ അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് അള്ളാഹു സൂറത്ത് തൗബയിൽ ആയത്തിറക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇയാൾ ഉദ്ർ പറയാണ്. എന്ത്? റസൂൽ ഞങ്ങൾ തമാശക്ക് പറഞ്ഞാണ്, ഞങ്ങൾ കാര്യത്ത് പറഞ്ഞല്ല, തമാശക്ക് പറഞ്ഞാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി. വല ഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ല യഖൂലന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ അങ്ങനെ കാര്യത്ത് പറഞ്ഞല്ല റസൂലേ. ഇപ്പം മുനാഫിക്കാന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ഞങ്ങളങ്ങനെ ഞങ്ങൾ തമാശക്ക് പറഞ്ഞാണ്, എൻ്റെ കൂസം താടി മറ്റേത് മറിച്ചതൊക്കെ നമ്മൾക്ക് തമാശക്കല്ലേ പറയാം, അല്ലേ? ആണോ? നിങ്ങൾ തമാശക്ക് പറയാം. വിശുദ്ധ എന്താ ആയത്തിൻ്റെ കാര്യം? ഖുൽ, നബിയേ നിങ്ങൾ പറയുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹിനെ വിളിച്ചുകൊണ്ടും അള്ളാഹിൻ്റെ റസൂലിനെ പിടിച്ചുകൊണ്ടും അള്ളാഹിൻ്റെ ആയത്തുകളെ പിടിച്ചുകൊണ്ടുമാണോ നിങ്ങൾക്ക് തമാശയാക്കാനുള്ളത്? നിങ്ങൾക്ക് തമാശയാണ് അല്ലേ? നിങ്ങൾക്ക് തമാശയാക്കിയാണ് അള്ളാഹിൻ്റെ റസൂല് പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്തിനെ കളവാക്കിയത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ ജീവിക്കണ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതോ സുന്നത്തിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്, റസൂലിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്, അള്ളാഹിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്, ദീനിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തമാശയാക്കാൻ അള്ളാഹിൻ്റെ റസൂലുമാണ് അല്ലേ? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, സൂറത്ത് തൗബയിലെ ആയത്താ. നിങ്ങളൊരു എക്സ്ക്യൂസും പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായി പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം സഹാബിയോട് എത്തുന്നത്, റസൂലേ നമ്മളെ സഹാബത്തിനെ കുറിച്ച് ഈ ചങ്ങായി ഇങ്ങനെ പറഞ്ഞത്, ഇത്ര ധീരന്മാരായ അള്ളാഹ്ക്ക് വേണ്ടി സർവസ്വവും ബലിയർപ്പിക്കുന്ന ആ മുജാഹിദുകളായിട്ടുള്ള ധീരന്മാരായ സഹാബികളെ കുറിച്ച് ഇവൻ പറയാണ് ഇവർ പേടിത്തൊണ്ടന്മാരാണെന്ന് പറഞ്ഞു റസൂലേ. സ്വന്തം പട്ടിണി കിടന്നിട്ട് പോലും മറ്റുള്ളവർക്ക് പശിയടക്കാൻ വേണ്ടി സ്വന്തം മക്കളെ, ആ മക്കളുടെ ഭാര്യക്കും ഉമ്മക്കും ഉപ്പക്കും തിന്നാനില്ല, മക്കൾക്കുള്ള ചെറിയ കുറച്ച് ഭക്ഷണമാണുള്ളത്, ആ ഭക്ഷണം പോലും തൻ്റെ വീട്ടിലേക്ക് വന്ന ഒരാശരണനായ ഒരാൾക്ക്, ഒരു അനാഥനായ ഒരാൾക്ക് കൊടുത്ത് മക്കൾക്ക് ഭക്ഷണമില്ലാതെ ഉറക്കിക്കെടുത്തിയ ആ സഹാബത്തിനെ കുറിച്ചാണ് ഇവർ തീറ്റപ്പണ്ടാരങ്ങളാണെന്ന് പറഞ്ഞത്. നിസ്സാരമായ കാര്യമാണോ? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാൻ, ഇങ്ങനൊരു എക്സ്ക്യൂസ് നിങ്ങൾ പറയണ്ട, നിങ്ങൾ കാഫിറുകളായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. ഞാൻ പറയുന്നത് വെച്ചാൽ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും എത്രത്തോളം ദീനിനെ പരിഹസിക്കുക, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ മോശമാക്കുക, വിശുദ്ധ ഖുർആൻ കൊണ്ട് തമാശ അറിയുക, അള്ളാഹിനെ കൊണ്ട് തമാശ അറിയുക, അള്ളാഹ് പഠിപ്പിച്ച സുന്നത്തുകളെ കൊണ്ട് തമാശ പറയുക, ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെ വലിയ അപകടങ്ങളിലേക്ക് ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്തുമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്കൊരുപാട് ദീന് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പള്ളിയിൽ അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് പെരിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറങ്ങാലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ തഖ്വയാണ്. എനിക്ക് ഏതായാലും ഇവിടെ വരണം, എൻ്റെ പേരിട്ട് എന്നോട് ഇവിടെ പറഞ്ഞു ഞാൻ ഇവിടെ വരണം, വരാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ വരണം നിർബന്ധമൊന്നുമില്ലല്ലോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ദീന് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു കൽബ് നമുക്ക്, ഹൃദയ വിശാലത നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ദീന് പഠിച്ച മക്കളെ, ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.